തരാത്ത കാര്യമാണ് ചേച്ചി പറയുന്നത്? ഞെട്ടി എല്ലാവരും വാതിൽക്കലേക്ക് നോക്കി. അമ്മായി അടുക്കളപ്പടിയിൽ നിൽക്കുന്നുണ്ട്, കൂടെ അച്ചുവും. ഒന്നുമില്ല ആശേ, ഞങ്ങൾ വെറുതെ. ആശ വന്ന കാലം നിൽക്കാതെ ഇരിക്കുക. വല്യമ്മയാണ് മറുപടി കൊടുത്തത്. അതിനൊന്ന് അമർത്തിമൂളി അമ്മായി കസേരയിൽ നിന്നു. എല്ലാവരും ആശ്വാസത്തോടെ ശ്വാസമൊന്ന് നേരെ വിട്ടു. ശങ്കരൻ എവിടെ? അമ്മയാണ് ചോദിച്ചത്. അങ്ങേരെ അമ്പലപ്പറമ്പിൽ ഇറങ്ങി, ഇപ്പൊ വരുമായിരിക്കും. ദാ അമ്മായി വെള്ളം കുടിക്കുക. ലച്ചു ആശയ്ക്ക് നേരെ വെള്ളം നീട്ടിക്കൊണ്ട് പറഞ്ഞു. മോളെ ലച്ചു, അച്ചുവിനും കൂടി കൊടുക്ക ഒരു ഗ്ലാസ്, ക്ഷീണം കാണും. ഇത്രയും നേരം ജോലിയില്ലല്ലായിരുന്നോ? വല്യമ്മ അച്ചുവിനെ നോക്കി ആക്കി ചിരിയോടെ പറഞ്ഞു. വല്യമ്മയുടെ ആ ഡയലോഗിൽ ലയയും ഗംഗയും ഒരുപോലെ ചിരിച്ചു. പറഞ്ഞത് പിടിക്കാത്തതുപോലെ വല്യമ്മയെ കൂർപ്പിച്ചു നോക്കി. അച്ചുവിൻ്റെ തൻ്റെ മകൾ ഇത്രയും നേരം ജോലി എടുക്കുകയായിരുന്നു എന്ന ഭാവത്തിൽ അച്ചുവിനെ നോക്കി. കണ്ണുകൾ കൊണ്ട് ആണോ എന്ന് ചോദിച്ചു. അച്ചുവും അതുപോലെ കണ്ണുകൾ ചിമ്മി അല്ലെന്നു പതിയെ തലയിളക്കി കാണും. അമ്മായി, ഇവൾ തൻ്റെ മകൾ തന്നെ എന്ന ഭാവത്തിൽ അച്ചുവിനെ നോക്കി. എന്തൊക്കെയുണ്ട് മാലതിജി വിശേഷം? വെള്ളം കുടിക്കുന്നതിനിടയിൽ അമ്മായി ചോദിച്ചു. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, വല്യമ്മ പറഞ്ഞു. എല്ലാവരും വേഗത്തിൽ ജോലികളെല്ലാം തീർത്തു. 2 മണിയാവുമ്പോഴേക്കും ഉത്സവപ്പറമ്പിൽ പോകണം. അച്ചു ചേച്ചിയും അമ്മായിയും മാത്രം കൂടിയില്ല. അമ്മായിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്താൽ ദേഹം വേദനിക്കും പോലെ തോന്നും അത്രേ. ഇത് പുതിയതൊരു അസുഖമാണല്ലോ എന്ന് ലയ കളിയായി ചോദിക്കുന്നത് കേട്ടു. അതിനെല്ലാവരും ചിരിച്ചപ്പോൾ അച്ചു അവളുടെ അമ്മയും കൂട്ടി അകത്തേക്ക് പോയി. പിന്നെ ആരും അവരെ ശ്രദ്ധിക്കാൻ പോയില്ല. എല്ലാം റെഡിയാക്കി ആണുങ്ങൾ വന്നപ്പോഴേക്കും എല്ലാവർക്കും ഭക്ഷണം വിളമ്പി. ബാക്കിയുള്ളവരും കഴിച്ചു. പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വെച്ചു. പിന്നീട് അങ്ങോട്ട് പോകാനുള്ള ഒരുക്കങ്ങളായിരുന്നു. ഗംഗയും അമ്മായിയും അവരുടെ വീട്ടിലേക്ക് പോയി. വേഗം ഒരുങ്ങി വരാമെന്ന് പറഞ്ഞു. ലച്ചു ലയയും കൂട്ടി മുറിയിലേക്ക് കയറി. 2 ദിവസം മുന്നേ ബാങ്കിൽ നിന്ന് വരുമ്പോൾ സാരി എടുത്തിരുന്നു. എല്ലാവർക്കും കൊടുത്തു. കൂട്ടത്തിൽ ഗംഗയ്ക്കും എടുത്തു. ശമ്പളം കിട്ടിയത് കയ്യിലുണ്ടായിരുന്നു. ലച്ചു എടുത്തത് ഗ്രീൻ സാരിയും പിങ്ക് ബ്ലൗസുമാണ്. ലേക്ക് റെഡ് കളറിൽ ഒരു പട്ടുപാവാട. കുട്ടികൾക്കും അതുപോലെയുള്ളത് തന്നെ എടുത്തു. ഗംഗയ്ക്ക് റെഡ് കളറിലുള്ള ഹാഫ് സാരി. അച്ചുവിന് അവളുടെ സാരിയുടെ അതേ പാറ്റേണുള്ള പിങ്ക് സാരിയും യെല്ലോ ബ്ലൗസും എടുത്തു. ശ്രീ അവളുടെ ബ്ലൗസിൻ്റെ കളർ ഷർട്ട്, അതേ കരയുള്ള തുണി. ശ്രീയേട്ടന് അച്ചു ചേച്ചിയുടെ ബ്ലൗസിൻ്റെ കളർ ഷർട്ട്. 2 അച്ഛന്മാർക്കും അമ്മമാർക്കും ഒരുപോലുള്ള സാരിയും ഷർട്ടും. ആണുങ്ങളെല്ലാം ഒരുങ്ങി നേരത്തെ പോയിരുന്നു. എല്ലാവരും വേഗം ഒരുങ്ങി ഇറങ്ങി. അവർ എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങിയ ശേഷമാണ് അച്ചുവും അവളുടെ അമ്മയും ഇറങ്ങിയത്. അച്ചുവിൻ്റെ സാരി കണ്ടപ്പോൾ വിഷമമായി. അവൾ വാങ്ങിച്ചു കൊടുത്തതല്ല ഉടുത്തിരിക്കുന്നത്. ശ്രീയേട്ടൻ്റെ അമ്മ തൻ്റെ മുഖത്തേക്ക് നോക്കി. സങ്കടമുണ്ടെങ്കിലും അമ്മയെ നോക്കി സാരമില്ല എന്ന് കണ്ണുകൾ കൊണ്ട് പറഞ്ഞു. അമ്മയ്ക്കും നല്ല വിഷമമായിട്ടുണ്ട്. ആദ്യമായിട്ട് സന്തോഷം കൊണ്ട് വാങ്ങിച്ചു കൊടുത്തതല്ലേ. എന്നോട് എത്ര ദേഷ്യമുണ്ടെങ്കിലും ചേച്ചിക്കത് ഉടുക്കാമായിരുന്നു എന്നാണ് മനസ്സിൽ കരുതിയത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ എൻ്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്ത് നീ തന്നത് ഞാൻ ധരിക്കല്ലടി എന്ന ഭാവമായിരുന്നു. അധികം അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോയില്ല. അവരിറങ്ങിയപ്പോൾ അമ്മ വാതിൽ പൂട്ടാനായി കയറി. ഇറങ്ങുമ്പോൾ എങ്ങനെയുണ്ട് ചേച്ചി അച്ചുവിൻ്റെ സാരി? ഞാൻ ഇന്നലെ പോയി വാങ്ങിയതാ, ഭംഗിയില്ലേ? അമ്മായി അച്ചു ചേച്ചിയെ തൊട്ടും തലോടിയും ചോദിച്ചു. സാരിയൊക്കെ കൊള്ളാം, പക്ഷേ ഉടുത്തിരിക്കുന്ന ആൾ ശരിയായില്ല, അമ്മ എടുത്തടിച്ചതുപോലെ പറഞ്ഞു. അതിൽ അവർ 2 പേരും വിളറി വെളുത്തു. അമ്മയും ലയയും ഉള്ളതുകൊണ്ട് പിന്നെ ഒന്നും പറയാതെ 2 പേരും കുട്ടികളെയും കൊണ്ട് മുന്നേ നടന്നു. ഞങ്ങൾ പുറകിലും. ഏട്ടത്തി നിൽക്ക്, ഞങ്ങളും കൂടെ. പിറകിൽ നിന്ന് ഗംഗയുടെ വിളി കേട്ട് അവിടെ നിന്നു. ഞാൻ കൊടുത്ത ധാവണിയാണ് ഉടുത്തിരിക്കുന്നത്. അതവൾക്ക് നന്നായി ചേരുന്നുണ്ട്. മുടി അഴിച്ച് വിടർത്തിയിട്ടിട്ടുണ്ട്. മുല്ലപ്പൂവും ചൂടിയിട്ടുണ്ട്. അവർ അടുത്തേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ 3 പേരും പിന്നിലും അമ്മായിയും മുന്നിലും നടന്നു. ഇന്ന് തന്നെ ഹരി സമ്മതമൊന്നും ചോദിക്കാതെ താലി കെട്ടി കൊണ്ടുപോകാൻ തോന്നുന്നു. കളിയായി അവളെ തോളുകൊണ്ട് തട്ടി പറഞ്ഞു. പോയിട്ടത്തി കളിയാക്കാതെ. അപ്പോഴേക്കും നാണം വന്ന പെണ്ണിന്. ഏട്ടത്തി എത്തിയതും ഗംഗയുടെ ഹൃദയം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ മിടിച്ചു തുടങ്ങി. അവളുടെ കണ്ണുകൾ 4 പാടും തിരിഞ്ഞു. സംഭരിച്ചു വെച്ച ധൈര്യമൊക്കെ ചോർന്നു പോകും പോലെ. ലയ പിള്ളേരെയും കൊണ്ട് ശ്രീയുടെ അച്ഛൻ വന്ന് വിളിച്ചപ്പോൾ കൂടെ പോയി. അമ്മമാരും അമ്മായിയും ഒഴിഞ്ഞ സ്ഥലം നോക്കി അവിടെയും ഇരിക്കാമെന്ന് പറഞ്ഞു പോയി. അച്ചുവും അമ്മയും എങ്ങോട്ടോ പോയി. അവരെ കണ്ടത് തന്നെയില്ല. ഇപ്പോൾ ഗംഗയും ലച്ചു തനിച്ചേയുള്ളൂ. ഗംഗയ്ക്കാണെങ്കിൽ ഹരിയെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നോർത്ത് ഇപ്പോഴേ ഒരു പരവേശവും വെപ്രാളവും അവളെ വന്ന് പൊതിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? അങ്ങോട്ട് നടക്ക്. ലച്ചു അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. ഏട്ടത്തിൻ്റെ ധൈര്യത്തില ഇത്രയും ദിവസം ആലോചിച്ച് തീരുമാനത്തിലെത്തിയത്. പക്ഷേ ഇതെങ്ങനെ പറയുമെന്ന് ആലോചിച്ചിട്ട് ഇപ്പോഴേ കൈയും കാലും വിറയ്ക്കുന്നു. നീ ഇങ്ങനെ ടെൻഷൻ ആകല്ല ഗംഗേ, റിലാക്സ്.
നിന്റെ മനസ്സിലുള്ളത് അങ്ങോട്ട് തുറന്നു പറയണം. ഏട്ടത്തി, എനിക്കിപ്പോഴേ പേടി കൊണ്ട് എന്തൊക്കെയോ ആവുന്നു. ഇന്നലെ പറയണോ? കുറച്ച് ദിവസം കൂടെ സമയം ചോദിക്കാം. ഗംഗ ധാവണിത്തുമ്പ് വിരലിൽ ചുഴറ്റിക്കൊണ്ട് ലച്ചുവിനെ ടെൻഷനോടെ നോക്കി. ദേ, ഒരൊറ്റ വീക്ക് വെച്ച് തന്നുണ്ടല്ലോ. ഇത്രയും ദിവസം ഞാൻ എന്ത് നിനക്ക് പറഞ്ഞു തന്നത്? ലച്ചു ദേഷ്യത്തോടെ അവളെ നോക്കി. അത് പിന്നെ ചേച്ചി, ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടല്ലേ. ഗംഗ ഒരു ഇളിയോടെ ലച്ചുവിനെ നോക്കി. എടി പെണ്ണെ, അവനെ കൈവിട്ടി കളയണ്ട. നീ അവന് മറുപടി ഒന്നും കൊടുക്കാതിരിക്കുന്ന വേറെ വല്ല പെമ്പിളാരും അവനെ കൊത്തിക്കൊണ്ടുപോകും. പിന്നെ നീ മാനം നോക്കി നടക്കേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ലച്ചു അവളുടെ അനാവശ്യമായ ടെൻഷനോട് കണ്ട് അവളോട് പറഞ്ഞു. ഏട്ടത്തി, ഗംഗ ദയനീയമായി വിളിച്ചു. അത് സംഭവിക്കണമെങ്കിൽ നടക്കങ്ങോട്ട്. അവൻ ആ കമ്മിറ്റി ഓഫീസിൻ്റെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ലച്ചു അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ഇത്രയും ദിവസം കൊണ്ട് ഗംഗ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. ഹരിയോട് സമ്മതമാണെന്ന് പറയാൻ. അതിൽ ലച്ചുവിൻ്റെ കാര്യമായ ഇടപെടലുമുണ്ട്. ഹരിയോട് അവൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ അവളുടെ ഉള്ളിലെ അപകർഷത അതിന് സമ്മതിക്കുന്നില്ലെന്ന് മാത്രം. ഹരിയേട്ടന് തന്നേക്കാൾ നല്ല പെൺകുട്ടികളെ കിട്ടുമെന്ന് തോന്നൽ. പക്ഷേ അതൊക്കെ മാറിയത് ലച്ചുവിൻ്റെ ഉപദേശം കൊണ്ടാണ്. അതാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. രണ്ടുപേരും ഹരിയെ തിരഞ്ഞു നടക്കാൻ തുടങ്ങി. ഒടുവിൽ വെടിപ്പുരയുടെ സൈഡിലായി ശ്രീയും ഹരിയും സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് അവർ അങ്ങോട്ട് നടന്നു. എടാ ശ്രീ, ഞാൻ നിന്നോടൊരു കാര്യം മറച്ചു വെച്ചു. അത് അറിഞ്ഞു കഴിയുമ്പോൾ നിനക്കെന്നോട് ദേഷ്യവും തോന്നരുത്. ഹരി ആദ്യം തന്നെ മുൻകൂർ ജാമ്യം പോലെ പറഞ്ഞു. നീ കാര്യം പറ, എന്നാലേ എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ പറ്റൂ. ശ്രീ അവൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയാൻ അവനെ നോക്കി. അത് പിന്നെ എനിക്ക് ഗംഗയെ ഇഷ്ടമാണ്. ഞാനിന്ന് അവളോട് മറുപടി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഹരി ശ്രീയുടെ മുഖത്തേക്ക് ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് അവൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചു. അവൻ്റെ മുഖത്ത് ഗൗരവം നിറയുന്നത് ഹരി അറിഞ്ഞു. ശ്രീ, നീ എന്തോന്നും മിണ്ടാത്തത്? ഞാനെന്ത് മിണ്ടാ? നിനക്ക് ഇപ്പോഴെങ്കിലും ഇത് പറയാൻ തോന്നിയല്ലോ. ഇനി വേറെ എന്തെങ്കിലും എന്നോട് പറയാത്തതായിട്ടുണ്ടോ? അവൻ്റെ പറച്ചിലിൽ ഹരിയുടെ മുഖം മങ്ങി. എല്ലാ കാര്യവും തുറന്നു പറയുന്ന അവനോട് അതുമാത്രം ഒളിപ്പിച്ചു വെച്ചത് തെറ്റായിപ്പോയെന്ന് തോന്നി. ശ്രീ, കരുതിക്കൂട്ടി പറയാതിരുന്നതല്ലടാ. അവളുടെ സമ്മതം അറിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയെന്ന് കരുതി. ഹരിക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വാക്കുകളൊന്നും കിട്ടാതെയായി. ശ്രീയേട്ട, പിറകിൽ നിന്ന് ലച്ചുവിൻ്റെ വിളി കേട്ട് തിരിഞ്ഞു നോക്കി ഗംഗയുടെ കൈയും പിടിച്ച് അരികിലേക്ക് വരുന്നുണ്ട്. ശ്രീ ഒരു നിമിഷം കണ്ണെടുക്കാതെ അവളെ നോക്കി നിന്നു. പിങ്കിലും ഗ്രീനിലും അവൾ സുന്ദരിയായിരുന്നു. അവൾ ശ്രീയുടെ നോട്ടത്തിൽ പൂത്തുലഞ്ഞു. രണ്ടുപേരുടെയും നോട്ടങ്ങൾ തമ്മിലിടഞ്ഞു. ഗംഗയാണെങ്കിൽ ഹരിയെ നോക്കാൻ കഴിയാതെ തല താഴ്ത്തി തന്നെ നിന്നു. കുറച്ചു കഴിഞ്ഞ് ഗംഗ പതിയെ തലയുയർത്തി നോക്കി. അപ്പോഴും അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്. അവനുള്ളിൽ അവളോടുള്ള പ്രണയം തിങ്ങി നിറഞ്ഞു. ഹരിയാണെങ്കിൽ ചുവപ്പിൽ അവളുടെ നിറഞ്ഞു നിൽക്കുന്ന സൗന്ദര്യത്തിൽ പരസ്പരം മറന്ന് നോക്കി നിന്നു. ഹരി, മതിയടാ. ഒന്നില്ലെങ്കിലും അവളുടെ ഏട്ടനും ഏട്ടത്തിയല്ലേ ഞങ്ങൾ. ഒന്ന് മയത്തിലൊക്കെ നോക്കടാ. ലച്ചുവിൽ നിന്ന് നോട്ടം മാറ്റിയ ശ്രീ ഈ ലോകത്തൊന്നും അല്ലാത്തതുപോലെ ഗംഗയെ തന്നെ നോക്കി നിൽക്കുന്ന ഹരിയോട് പതിയെ ചെവിയിൽ പറഞ്ഞു. ഹരിയാണെങ്കിൽ അത് കേട്ട് ചമ്മിയ ചിരിയോടെ അവനെ നോക്കി. കണ്ടല്ലേ? അവൻ ഇളിയോടെ ചോദിച്ചതിന് ശ്രീയും അതേ താളത്തിൽ തലയാട്ടി. ശ്രീയേട്ട, ഗംഗയ്ക്ക് ഹരിയോടെന്തോ പറയാനുണ്ടെന്ന്. വന്നേ, നമുക്ക് അങ്ങോട്ട് പോവാം. ലച്ചു ശ്രീയോട് പറഞ്ഞ് അവൻ്റെ കൈയും പിടിച്ച് ഗംഗയോട് തലയാട്ടി അവിടെ നിന്നും പോയി. ലച്ചു പോകുന്നത് കണ്ട് ഗംഗയിൽ തികച്ചും ശൂന്യത നിറഞ്ഞു. അവൾക്ക് പേടി മനസ്സിൽ നിറഞ്ഞെങ്കിലും കാണുന്നുണ്ടോ ആരെങ്കിലും എന്ന് കണ്ണുകൾ കൊണ്ട് തിരഞ്ഞു. ഗംഗക്കുട്ടിക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? ഹരി തീർത്തും കളിയാക്കലോടെ ഗംഗയ്ക്കരിയിലേക്ക് നീങ്ങി നിന്നു. അവൾ പെട്ടെന്ന് ഒരടി പിറകിലേക്ക് നീങ്ങി. അവൾക്ക് എന്തു പറയണം, എങ്ങനെ പറയണം എന്നൊരു ഊഹവും മനസ്സിൽ വരുന്നില്ല. അതിൻ്റെ ഫലമായി നെറ്റിയിലും കഴുത്തിലും വിയർപ്പ് പൊടിഞ്ഞു. അവളത് ധാവണിത്തുമ്പുകൊണ്ട് തുടച്ചു നീക്കി. അവൻ അവളുടെ ഓരോ പ്രവൃത്തിയും നോക്കിക്കൊണ്ടിരുന്നു. അവനുള്ളിൽ അവളുടെ വിയർപ്പ് പൊടിഞ്ഞ് വിരിഞ്ഞ് നെറ്റിത്തടവും വെള്ളക്കൽ പതിപ്പിച്ച മൂക്കുത്തിയിട്ട നീണ്ട മൂക്കും ഇളം റോസ് നിറത്തിലുള്ള അധരവും അവനിൽ പ്രണയം നിറഞ്ഞു. അവൻ്റെ നോട്ടത്തെ നേരിടാനാവാതെ അവൾ തല താഴ്ത്തി. അവൾ അങ്ങനെ തന്നെ നിന്ന് പറഞ്ഞു തുടങ്ങി. അവൻ അവളെ കേൾക്കാനായി തയ്യാറായി പുഞ്ചിരിയോടെ അവളെ നോക്കി നിന്നു. അത് പിന്നെ ഹരിയേട്ടൻ പറഞ്ഞ കാര്യത്തിന് എനിക്ക് സമ്മതമാണ്. അത് കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി മിന്നി. എന്നാലും അത് മുഖത്തു വരാതെ ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞ എന്ത് കാര്യത്തിനാണ് ഗംഗയ്ക്ക് സമ്മതം? അറിഞ്ഞിട്ടും അവളുടെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ വേണ്ടി അവൻ ചോദിച്ചു. അവളാണെങ്കിൽ ഇനി എന്തു പറയുമെന്നറിയാതെ ശങ്കിച്ചു നിന്നു. അത് ഹരിയേട്ടനെന്ന് ചോദിച്ചില്ലേ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന്?
പറയുകയല്ലാതെ മാർഗമില്ല എന്ന പോലെ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ഇപ്പോഴും ഒരു നറു പുഞ്ചിരിയാണ്. ആരെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്നാണ് നീ പറയുന്നത്? അവൻ്റെ തിരിച്ചുള്ള ചോദ്യങ്ങളിൽ അവൾ ആകെ കുഴങ്ങി. ഹരിയേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് അമ്മയും കുട്ടി വീട്ടിൽ വന്ന് ചോദിച്ചോളൂ, അവൾ രണ്ടും കൽപ്പിച്ച് ധൈര്യം സംഭരിച്ചു പറഞ്ഞു. അവൻ അവളുടെ വിചാരിക്കാതെ തുറന്നു പറച്ചിലിൽ ഞെട്ടിത്തെറിച്ചു നിന്നു. അപ്പോൾ ഗംഗക്കുട്ടിക്ക് സമ്മതമാണല്ലേ? ഇനി വേഗം തയ്യാറായിക്കോ, ഈ ഹരിയുടെ കൈകൊണ്ടുള്ള ആലിത്താലി ഏറ്റുവാങ്ങാൻ. അവൻ്റെ വാക്കുകളിൽ അവൾ നാണം കൊണ്ട് മിഴികൾ താഴ്ത്തി. ലച്ചു ശ്രീയെയും വലിച്ച് നേരെ പോയത് അമ്പലക്കുളത്തിനടുത്തേക്കാണ്. ലച്ചു, നീ എന്നെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നത്? വാ ശ്രീയേട്ടാ, പറയാം. അവൾ കുളത്തിനടുത്തെ പടിയിലായി ഇരുന്നു. അവനും അവൾ ഇരിക്കുന്നതിൻ്റെ മുകളിലെ പടിയിലായിരുന്നു. കുറച്ചു നേരം രണ്ടുപേരും ഒന്നും മിണ്ടാതെ കുളത്തിന് നടുവിൽ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽപ്പൂവിലേക്ക് നോട്ടമെറിഞ്ഞിരുന്നു. നിമിഷങ്ങൾക്ക് ശേഷം ലച്ചു അവൻ്റെ കാലിലായി മുഖം വെച്ച് കുളത്തിലേക്ക് നോക്കിയിരുന്നു. അവൻ അവളുടെ തലയിൽ ചൂടിയ പൂ കൈകൊണ്ട് ചെറുതായി പൊക്കി മൂക്കിലേക്ക് അടുപ്പിച്ചു. നല്ല കാച്ചെണ്ണയുടെയും മുല്ലപ്പൂവിൻ്റെയും സമ്മിശ്ര സുഗന്ധം അവനൊന്ന് മൂക്കിലേക്ക് വലിച്ചെടുത്തു. ലച്ചു, ഹരിക്ക് ഗംഗയോടുള്ള ഇഷ്ടം നിനക്കറിയാമായിരുന്നിട്ടും നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത്? ശ്രീ നേരെയിരുന്ന് അവളെ നോക്കി. അവൾ അവൻ്റെ ചോദ്യത്തിൽ തലയുയർത്തി കൈകൾ അവൻ്റെ കാലിൽ വെച്ച് അതിനു മുകളിൽ താടി വെച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ അവൾക്ക് ചിരിയാണ് വന്നത്. എന്തിനാ എൻ്റെ ശ്രീയേട്ട ഈ മുഖത്തിനൊട്ടും ചേരാത്ത ഗൗരവം? അവളുടെ കളിയാക്കിയുള്ള പറച്ചിലിൽ ചിരി വന്നെങ്കിലും ശ്രീ അത് മുഖത്ത് വരാതെ ശ്രദ്ധിച്ചു. പിന്നെ ഞാൻ എന്ത് വേണം? ഞാൻ ഇന്നേ വരെ നിന്നോട് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? എന്നിട്ട് നീ ചെയ്തതോ? ഞാൻ എന്ത് ചെയ്തു? ശ്രീയേട്ടനോട് പറയാതിരുന്നതോ? ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ശ്രീയേട്ടൻ ഹരിയോട് ചോദിച്ച് ചിലപ്പോൾ ഗംഗയുടെ സമ്മതം പോലും ചോദിക്കാതെ അമ്മാവനോടും അമ്മയോടും പറഞ്ഞ് സമ്മതിപ്പിച്ച് അവന് വാക്ക് കൊടുക്കും. അവിടെ ഗംഗയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹശേഷവും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരില്ലേ? ഇതവൾ ദിവസങ്ങളെടുത്ത് ആലോചിച്ചിട്ടാണ്. ഹരിയെ ജീവിതകാലം മുഴുവൻ സ്നേഹിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ്. അവൾക്കും ഇഷ്ടമാണ്, വിവാഹത്തിന് സമ്മതമാണെന്ന് ഹരിയോട് പറയാൻ പോകുന്നതും. ലച്ചു ഇത്രയും പറഞ്ഞ് മുഖവും വീർപ്പിച്ച് തിരിഞ്ഞിരുന്നു. സ്ത്രീയാണെങ്കിൽ അവൾ ഇത്രയും സൂപ്പർ ഫാസ്റ്റ് പോലെ പറഞ്ഞു പോകാൻ അതിനും മാത്രം എന്ത് ചോദിച്ചെന്ന ഭാവത്തിൽ വായി തുറന്നിരുന്നു. അല്പസമയത്തെ സ്ഥലകാല ബോധത്തിന് ശേഷം സ്ത്രീ അവളെ തട്ടി വിളിച്ചു. അവൾ അപ്പോഴും മുഖം തിരിച്ചിരിക്കുകയാണ്. ലച്ചു, ലച്ചൂട്ടി, ഇങ്ങോട്ട് നോക്കടി. സ്ത്രീ അവളെ തോളിൽ തട്ടി വിളിക്കുന്നതനുസരിച്ച് അവൾ തോൾ വെട്ടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവൻ സാരിക്കിടയിലൂടെ നേർമയായി കാണുന്ന അവളുടെ അടിവയറിലൂടെ കൈയിട്ട് അവൻ്റെ അരികിലേക്ക് ചേർത്തിരുത്തി. അവൾ ആവുന്നത്ര പിടഞ്ഞു നോക്കി. പക്ഷേ അവൻ്റെ പിടിമുറുകിയതല്ലാതെ അയഞ്ഞിട്ടില്ല. സ്ത്രീ അവളുടെ തോളിലേക്ക് താടി വെച്ചിരുന്നു. ലച്ചൂട്ടി, ഈ സൗന്ദര്യ സുന്ദരിയായിട്ടുണ്ട്. അവളുടെ ചെവിടിയിലേക്ക് ചുണ്ടുകൾ പതിപ്പിച്ച് കാതിൽ പ്രണയാദ്രമായി ഒന്നൊഴിഞ്ഞു. അവൾ അവൻ്റെ പ്രവൃത്തിയിലും വാക്കിലും ഒന്ന് കുളിരുകോരി അവൻ്റെ കയ്യിൽ ഇറുക്കി പിടിച്ചു. എനിക്കിപ്പോൾ നിന്നിൽ ആഴ്ന്നിറങ്ങാൻ കൊതിയാവുന്നു ലച്ചൂട്ടി. വീണ്ടും കാതിൽ അവൻ്റെ പതിഞ്ഞ ശബ്ദം. അവൾ ഒന്നും മിണ്ടാതെ അവനെ കേട്ടിരുന്നു. അവൾ പതിയെ തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനും അവളെ പ്രണയത്തോടെ അതിലേറെ പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ നീട്ടി വിരിച്ച മെഴിയിണയിലും വീർപ്പ് പൊടിഞ്ഞ മേൽച്ചുണ്ടിലും തങ്ങി നിന്നു. അവളുടെ കണ്ണുകൾ അവൻ്റെ ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴിയിലായിരുന്നു. പരസ്പരം കണ്ണുകളാൽ പ്രണയം കൈമാറി. അവൻ്റെ മുഖം അവളുടെ മുഖത്തോടടുപ്പിച്ച് താഴ്ന്നു വന്നു. ഡാ, ആരുടെയോ വിളിയിൽ രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് പരസ്പരം അകന്നു മാറി. വന്നയാളെ നോക്കി നിറഞ്ഞ ചിരിയോടെ, എന്നാൽ ഒരു കളിയാക്കി ചിരിയില്ലേ എന്ന മുഖത്തോടെ ഹരി മുന്നിൽ നിൽക്കുന്നു. അവനോട് കുറച്ചു മാറി കുളത്തിലേക്ക് പടവുകൾ ഇറക്കുന്ന സ്ഥലത്ത് ഗംഗയും നിൽക്കുന്നുണ്ട്. രണ്ടുപേരും വേഗം ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് ഒരു ചമ്മിയ ചിരിയോടെ ഹരിയെ നോക്കി. ഇതേ വീട്ടിലെ നിന്റെ മുറിയല്ല, അമ്പല പരിസരമാ കണ്ടല്ലേ? ചമ്മലോട് ശ്രീ തിരിച്ചു ചോദിച്ചപ്പോൾ ലച്ചു പിന്നെ അവിടെ നിന്നില്ല. മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറാൻ തുടങ്ങി. ശ്രീയേട്ടാ, ഞാൻ പോകുന്നേ എന്നും പറഞ്ഞ് മുകളിൽ നിൽക്കുന്ന ഗംഗയുടെ കൈയും പിടിച്ചു വലിച്ച് അവിടെ നിന്നും അമ്മമാരുടെ അടുത്തേക്ക് ഓടി. അമ്മമാരെ തെയ്യം കളിക്കുന്ന അവിടെയെ കണ്ടപ്പോൾ നടത്തത്തിൻ്റെ വേഗത കുറച്ചു. പറഞ്ഞോടി. കിതപ്പോടെ ലച്ചു ഗംഗയെ നോക്കി. അവൾ പതിയെ മൂളി. എന്നിട്ട് എന്താ പറഞ്ഞ ഹരി? അവൾ ആകാംക്ഷയടക്കാൻ കഴിയാതെ ചോദിച്ചു. വേഗം ആളുടെ കൈകൊണ്ടുള്ള താലിക്കായി കാത്തിരുന്നോളാൻ. അവൾ നാണത്തോടെ തല താഴ്ത്തി. അപ്പോഴേക്കും അവർ അമ്മമാരുടെ അടുത്തെത്തി. ലച്ചുവും ഗംഗ എവിടെയായിരുന്നു ഇത്രയും നേരം? അവരെ കണ്ടതും അമ്മായി ചോദിച്ചു.
ഞങ്ങൾ വെറുതെ അവിടെയൊക്കെ ഒന്ന് കാണാൻ, മറുപടി പറഞ്ഞത് ലച്ചുവാണ്. അവർ തെയ്യം കളിക്കുന്നതും നോക്കി നിന്നപ്പോൾ മറു സൈഡിലായി അവരുടെ പ്രിയപ്പെട്ടവന്മാരും സ്ഥാനം പിടിച്ചു. രണ്ടുപേരുടെ കണ്ണുകളിൽ വിവാഹശേഷമുള്ള പ്രണയത്തിൻ്റെ തിളക്കമാണെങ്കിൽ മറ്റു രണ്ട് കണ്ണുകളിൽ പ്രണയം സ്വന്തമാക്കാൻ പോകുന്നതിൻ്റെ തിളക്കമായിരുന്നു.